വിതുരൻ ധൃതരാഷ്ട്രരോട് നിരവധി കാര്യങ്ങൾ പറഞ്ഞു. വിതുരൻ പറയുകയാണ്, മഹാരാജാവേ, എൻ്റെ വാക്കുകൾ ഗ്രഹിച്ച് അങ്ങ് നേർവഴിക്ക് യാത്ര ചെയ്താലും പാണ്ഡവർക്ക് ഏറെ ദ്രോഹങ്ങൾ അങ്ങും അങ്ങയുടെ പുത്രന്മാരും ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും പാണ്ഡവരോട് സ്നേഹത്തോടുകൂടി പെരുമാറിയാലും അങ്ങനെ ചെയ്താൽ പാണ്ഡവരും എല്ലാം ക്ഷമിക്കുവാനും മറക്കുവാനും സന്നദ്ധരാകും എന്നത് തീർച്ചയാണ്. ശക്തരായ പാണ്ഡവരെ ഉപേക്ഷിച്ച് അങ്ങ് നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരങ്ങൾ ദുര്യോധനന് നൽകി. പക്ഷെ ദുര്യോധനൻ ഈ അധികാരവും ഐശ്വര്യവും വിട്ട് അധപ്പതിക്കുന്നത് അങ്ങേക്ക് ഉടനെ കാണേണ്ടി വരും. ഇത് കേട്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, വിതുര, നമ്മളെല്ലാം ഈശ്വരൻ്റെ കൈകളിലെ കളിപ്പാവകൾ പോലെയല്ലേ? ഞാനും ഈശ്വരൻ്റെ ഒരു കളിപ്പാവയല്ലേ? ഞാൻ ദുര്യോധനൻ്റെ പല ചെയ്തികൾക്കും കൂട്ടുനിന്നിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചുപോയി. ഇനി എന്താണ് ഒരു വഴിയുള്ളത്? വിതുര, അങ്ങ് അത്തരത്തിലൊരു മാർഗം എന്നോട് പറഞ്ഞാലും അങ്ങേക്കതിന് കഴിവുണ്ട്. ദയവായി അങ്ങത് പറഞ്ഞാലും